കാഴ്ച ശീവേലി കഴിഞ്ഞ് ദേവി ശ്രീകോവിലേക്ക് എഴുന്നള്ളുന്നു. ദേവിയുടെ ഉച്ചയാറാട്ടിനുള്ള കൊട്ടിയിറക്കമാണ്. വാദ്യഘോഷങ്ങളില്ലാതെ ഭൂതഗണങ്ങൾക്ക് വേണ്ടി പാണിയും തിമിലയും കൊട്ടിയുള്ള ഉച്ചയാറാട്ട് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വിഭിന്നമായ ഒരാചാരമാണ്. രാമന് പെട്ടെന്ന് പൂരം തുടങ്ങണമെന്ന് പാടും. പുറപ്പാടുന്നൊരു പാട്ട് പാടും. ആരൊക്കെയാണ് മുൻനടന്ന് പുറപ്പെടുന്നു എന്നുള്ളതാണ് അതിനെപ്പറ്റി പറയുന്നത്. ഞങ്ങളങ്ങനെ പാരമ്പര്യമായിട്ട് തന്നെ ചെയ്തു വരുന്നു. ഇത് പുറപ്പെടുന്ന ആരൊക്കെ മുൻനടന്ന് വേണം പുറപ്പെടാനുള്ള ഇതാണ് ഭഗവതിയോടുന്ന് പുറപ്പെടുന്നതിനെ പറ്റിയിട്ട്. ഊരാള്, കാരാള്, ഗ്രാമജനം, കളകജനം, കൈവിളക്ക്, പിന്നെ മണ്ഡപം വലം വെച്ച് വടക്കേ വാതിക്കലിറങ്ങി പാറക്കടവിലിറങ്ങി കുളി കഴിഞ്ഞ് കയറുക എന്നുള്ളതാണ് അതിൻ്റെ വിധി. കറ്റക്കാർ കൂന്തൽ തിരുകി കാതോളം കണ്ണിൽ മഷിയെഴുതി കൈനിറയോളം വളയണിഞ്ഞ് കല്ലൻ ചുറ്റാടഞ്ഞൊറിഞ്ഞുടുത്ത് കാതിൽ ചുവന്ന കരടിനിട്ട് കൈനിറയോളം വളയണിഞ്ഞ് കല്ലൻ ചുറ്റാടഞ്ഞൊറിഞ്ഞുടുത്ത് കള്ളപ്പോരുള്ളൊരു ധാരികന്റെ കണ്ഠമറിപ്പിക്ക മഹിമ കൊണ്ട് ഹിമാലയെ വിശ്വലോകവന്ദിതേ വിരഞ്ജേ വാഗേശ്വരി ദേവി വരമരുളൂ. ഉച്ചയാറാട്ട് കഴിഞ്ഞ് കൊട്ടിക്കയറി ദേവി ശ്രീകോവിലേക്ക് എഴുന്നള്ളുന്നു. മീനമാസത്തിൽ മകീരം നാളിൽ പൂരം പുറപ്പെട്ട് ഉത്രം നാളിൽ ആറാട്ടോടുകൂടി ആ വർഷത്തെ പൂരം അവസാനിക്കുന്നു. ഈ ദേവിയുടെ ഭൂതഗണങ്ങളാണ് പൂരം, കാള, നായാടിപ്പൂതം, ഇരട്ടക്കാള എന്നിങ്ങനെയൊക്കെ. ഈ നാട്ടിൽ കൂടെ നമ്മൾ ഈ പൂരം വിളിച്ചറിയിക്കുന്നത് ഇവരൊക്കെയാണ്. ഇത് നമ്മളെ ദേശത്ത് എല്ലാ വീട്ടിലും പോയി പൂരം കുമ്പിട്ട് അവരെ ക്ഷേമങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യം എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പൂരപ്പറമ്പിൽ അവരെ എന്തെങ്കിലും വീട്ടിലത്തെ സൂക്കടുകളും കാര്യങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് 7-ാം പൂരത്തിൻ്റെ അന്ന് നമ്മളിവിടെ ഈ പൂതും ഈ കാളി, നായാടിപ്പൂതം ഇവരൊക്കെ ഈ ഭഗവതിനോട് ഏറ്റു പറയാം അവരുടെ കാര്യങ്ങളെല്ലാം. അങ്ങനെ ഭഗവതി അത് എടുത്ത് അവർക്ക് ഈ നാട്ടിലത്തെ എല്ലാ ജനങ്ങൾക്കും സമാധാനം സ്വസ്ഥത കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും. ദേവിയുടെ ഭൂതഗണത്തിൽപ്പെട്ട കാള, പൂതം, നായാടിപ്പൂതം എന്നിവർ ദേവിയെ കുമ്പിട്ട് പൂരം വിളിച്ചറിയിച്ച് ദേശസഞ്ചാരത്തിനിറങ്ങുന്നു.